പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ അക്കൗണ്ടിംഗ് മേഖലയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവരുടെ പ്രൊഫഷണൽ കോഴ്സുകളാണ് CA, ACCA, ICAI, CMA തുടങ്ങിയ കോഴ്സുകളൊക്കെ. ഇതിൽ ഏത് കോഴ്സിന് പോകണമെന്നാണ് പലപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉള്ളത്. CA വേണോ, ACCA വേണോ എന്നുള്ളതൊക്കെ. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നല്ല പഠിക്കാൻ കഴിവുള്ള കുട്ടികളാണെങ്കിൽ, നല്ല ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു CA തന്നെ എടുക്കണം. മോസ്റ്റ് വാല്യുബിൾ CA ആണ്. അതിൻ്റെ സൈനിങ് പവർ ആണെങ്കിലും സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ CA തന്നെയാണ് പവർ. ഹൈ ഡിമാൻഡാണ്. പാസ് പെർസെൻറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഹൈ ഡിമാൻഡുമാണ്. അതുകൊണ്ട് നന്നായി പഠിക്കാൻ, നന്നായി ഡെഡിക്കേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായി CA തന്നെ ജോയിൻ ചെയ്യുക. അത്ര തന്നെ പഠിക്കാൻ കഴിവില്ലാത്ത ആളുകൾ മാത്രം എന്ത് ചെയ്യുക, അതൊരു കോഴ്സിലേക്ക് പോയി CA പോലെ അല്ലെങ്കിൽ CMA പോലെ കോഴ്സിലേക്ക് പോകുക. രണ്ടിന് രണ്ട് ഡിമാൻഡ് തന്നെയാണുള്ളത്. മോസ്റ്റ് ഡിമാൻഡുള്ളത് CA തന്നെയാണ്. എന്നാൽ ACCA, CMA പോലുള്ള കോഴ്സുകൾ പാസ് പെർസെൻറ്റേജ് കൂടുതലാണ്. അതോടൊപ്പം അതിന് കോസ്റ്റും കൂടുതലാണ്. CA പഠിക്കുന്ന സമയത്ത് കോസ്റ്റ് വളരെ കുറവാണ്, പാസ് പെർസെൻറ്റേജ് കുറവാണ്. അതുകൊണ്ട് പൈസ കുറച്ച് ചെയ്യണമെന്ന് താല്പര്യമുള്ള, നന്നായി പഠിക്കാൻ കഴിവുള്ള ആളുകൾ എന്ത് ചെയ്യുക, CAയിലേക്ക് പോവുക. അത്ര തന്നെ പഠിക്കാൻ കംഫർട്ട് അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക, കുറച്ച് കോസ്റ്റ് കൂടിയാലും അതൊരു കോഴ്സിലേക്ക് പോകുക.